ചേട്ടാ, എൻ്റെ ചാച്ചൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ. ഒരു ചാച്ചനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ചാച്ചനിപ്പോൾ 70 വയസ്സ് മേളിലുണ്ട്. ഒരു 70 വർഷത്തോളമായിട്ട് ചാച്ചനെ വെച്ച കാലം മുതൽ നല്ല മദ്യപാനിയാണ്. ഞങ്ങൾ 3 പെൺമക്കളാണ് ചാച്ചനുള്ളത്. എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കും, ദൈവമേ എന്താണ് എൻ്റെ ചാച്ചൻ്റെ മദ്യപാനവും പുകവലിയും ഒന്നും മാറാത്തത്. ഞങ്ങൾ ഇത്രയും വർഷം പ്രാർത്ഥിച്ചിട്ട് ഒരു ഫലവും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്തപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ചാച്ചൻ്റെ പുകവലി പൂർണ്ണമായും മാറി. പിന്നെ ഇടയ്ക്ക് ചാച്ചന് ഒരു ന്യൂമോണിയ വന്ന് ഓഗസ്റ്റ് മാസത്തിൽ അഡ്മിറ്റായ സമയത്ത് 13 ദിവസം ഇവിടെ ഒരു കോതമംഗലം ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. തിരിച്ച് വീട്ടിൽ ചെന്ന സമയത്ത് ചാച്ചനിങ്ങനെ രോഗം മാറിയല്ലായിരുന്നു വീട്ടിലേക്ക് പോയത്. അവർ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു. ചാച്ചന് പെട്ടെന്ന് ഇങ്ങനെ ഇരുന്ന സമയത്ത് ചെയർ മറിഞ്ഞ് ചാച്ചൻ വീണു. ഞങ്ങൾ 3 പേരും 3 സ്ഥലത്താണ്. എൻ്റെ ചേച്ചിമാരൊക്കെ ഒരാൾ UK യിലാണ്, ഒരാൾ കോട്ടയത്താണ്. അപ്പോൾ ആരുമില്ല, ചാച്ചനും അമ്മയും തന്നെയുള്ളൂ. അമ്മച്ചി പിടിച്ചാൽ എഴുന്നേക്കത്തില്ല. ഞങ്ങൾ 3 പേരും 3 സ്ഥലത്തിരുന്ന് ഇങ്ങനെ വീഡിയോ കോൾ വിളിക്കുകയാണ്. എന്ത് ചെയ്യും? ഞങ്ങളിരുന്ന് കരയുവാണ്. ആരുമില്ല ചാച്ചനെ ആശുപത്രി കൊണ്ടുപോകാൻ. ഞാൻ അപ്പം തന്നെ ഫോൺ കട്ട് ചെയ്തു. എൻ്റെ കാശ് രൂപ എടുത്തു. അമ്മയോട് പറഞ്ഞു, അമ്മേ ആരും ഇല്ലമ്മേ, എൻ്റെ അമ്മേനെ ചാച്ചനെ ആശുപത്രി കൊണ്ടുപോകാൻ ആരും ഇല്ലമ്മേ. വളരെ സങ്കടപ്പെട്ട് പറഞ്ഞു. ആ നിമിഷം തന്നെ വേറെ അവിടെ അടുത്തുള്ള ആൾക്കാർ, ഞങ്ങളുടെ ആൾക്കാർ എത്തുന്നതിന് മുമ്പ് തന്നെ പകുതി വഴി വരെ കൊണ്ടുപോയി എത്തിച്ചു. അവരവിടെ നിന്ന് ചാച്ചനെ ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്ന് ചാച്ചനെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു 14 ദിവസം ആശുപത്രി കിടക്കണം, എങ്കിലേ രോഗം ഇത് കുറയത്തുള്ളൂ. ഓക്സിജൻ ലെവലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അമ്മച്ചിയോട് ഞാൻ വിളിച്ച് പറഞ്ഞു, അമ്മ പേടിക്കണ്ട, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, ചാച്ചനൊന്നും വരില്ല. എൻ്റെ ചേച്ചി പറഞ്ഞു, ഞാൻ എങ്ങനെ വരും? എനിക്കിപ്പോൾ വരാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല. ഞാൻ പറഞ്ഞു, ചേച്ചി പേടിക്കണ്ട, വരില്ല, ചാച്ചനൊരു കുഴപ്പം ഉണ്ടാവില്ല. എനിക്കൊരു അപാര ധൈര്യമായിരുന്നു. അന്ന് അച്ഛൻ ഓഗസ്റ്റ് 13-ാം തീയതിയിൽ ഉടമ്പടി ധ്യാനം ഞാൻ കൂടുന്നു. അപ്പം അച്ഛൻ പറയാണ്, അമ്മ മകളെ വിളിച്ച് പറയുന്നു, അമ്മേ നമുക്ക് പേടിക്കണ്ട, നമ്മൾ ഉടമ്പടി എടുത്തിട്ടില്ലേ? അതിൻ്റെ ഉടമ്പടി ക്ലിപ്പ് എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഉടമ്പടി എടുത്തിട്ടില്ലേ? ചാച്ചനൊന്നും പറ്റില്ല, ചാച്ചൻ ICUവിലാണെന്ന് മകൾ അമ്മയെ വിളിച്ച് പറയുന്നു. ആ വീഡിയോ ക്ലിപ്പ് ഇപ്പോഴും ഉണ്ട്. ചാച്ചൻ അതുപോലെ 14 ദിവസം കിടക്കണമെന്ന് പറഞ്ഞതാണ്. 4 ദിവസം കൊണ്ട് ഡിസ്ചാർജായി വീട്ടിൽ വന്നു. മൊത്തം ഓക്സിജൻ സപ്പോർട്ടോടുകൂടിയാണ് ഇനി ജീവിക്കാൻ പറ്റുള്ളൂ. ഓക്സിജനൊക്കെ വാങ്ങിച്ചോളാൻ പറഞ്ഞതാണ്. പക്ഷെ അതിനൊന്നും ഒരു സാഹചര്യം വന്നില്ല. നോക്കൂ, എൻ്റെ ചാച്ചൻ ഇപ്പം എന്ത് മിടുക്കനായിട്ടാണ് നിൽക്കുന്നത്.